കൊല്ലം മടത്തറ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന ഗതാഗത കേന്ദ്രം. ദിവസവും നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന ബസ് സ്റ്റാൻഡാണ്. എന്നാൽ ഇവിടെ യാത്രക്കാരെ കാത്തിരിക്കുന്നതോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമേയില്ല. എല്ലാം പരാജയമാണ്. മടത്തറ ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളുടെ അവസ്ഥയും ശോചനീയമാണ്. കൊല്ലം ജില്ലയിലെ മടത്തറയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളുടെ അവസ്ഥയാണിത്. തിരുവനന്തപുരം, കൊല്ലം, തെങ്കാശി അന്തർ സംസ്ഥാന സർവീസുകളടക്കം നിരവധി KSRTC സർവീസുകളും സ്വകാര്യ ബസ്സുകളും ദിവസവും എത്തുന്ന പ്രധാന ബസ് സ്റ്റാൻഡാണ് മടത്തറ. എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളുടെ പരിസരം ഇപ്പോൾ പൂർണ്ണമായും കാടുപിടിച്ച നിലയിലാണ്. 10 ശുചിമുറികളുള്ള ബസ് സ്റ്റാൻഡിൽ ഉപയോഗയോഗ്യമായി ഉള്ളത് ഒന്നു മാത്രമാണ്, അതും പൂട്ടിയിട്ട നിലയിൽ. അത്യാവശ്യത്തിന് ബുദ്ധിമുട്ട് മാത്രമേ ടോയ്ലറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിവർത്തിയില്ല. ഇനി വെള്ളം കാണൂല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് വെള്ളം മൊത്തം ചെറിയ വെള്ളമായിരിക്കും. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ബാത്റൂമിൽ പോകുന്നത്. എല്ലാം നാശമായി കിടക്കുകയാണ്. ഒന്നുകിൽ ഒരു സമയത്ത് വെള്ളം കാണത്തില്ല, മൊത്തം കച്ചറയായി കിടക്കുകയാണ്. അത് കയറി കണ്ടാൽ അറിയാം. ഉപയോഗശൂന്യമായ ശുചിമുറികൾ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. ശുചിമുറികളുടെ അവസ്ഥയ്ക്കൊപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. യാത്രക്കാരുടെ ആവശ്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കേണ്ട പ്രധാന ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തുടരുന്ന അവഗണനയ്ക്ക് എപ്പോൾ പരിഹാരം കാണുമെന്നതാണ് മടത്തറയിലെ ജനങ്ങളുടെ ചോദ്യം. റിപ്പോർട്ടർ, കൊല്ലം.